കൺസെപ്ഷൻ വോളണ്ടറി ഉണ്ട്, ഇൻവോളണ്ടറി ഉണ്ട്. അക്യൂട്ട് ഇൻടോക്സിയേഷൻ ഇസ് എ ട്രാൻസിയൻറ്റ് ഫിനോമിനനാണ്. സെക്ഷൻ 85 IPC 85 എന്ന് പറയുന്നത് വിത്തൗട്ട് നോളേജ് ഒരു പേഴ്സൺ, നമുക്കറിയാം ഈ സാധനം എന്ന് പറഞ്ഞാൽ ഹാലൂസിനോ എന്ന് പറഞ്ഞാൽ മൂഡും പെർസെപ്ഷനും അഫക്റ്റും ബിഹേവിയറിലും സൈക്കോളജിക്കൽ ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസസും കോൺഷ്യസ്നെസ്സും കോഗ്നീഷനും ഒക്കെ മാറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരാൾ ദത്തൂറ വൈനുള്ള പേഷ്യൻസിന് കൊടുത്തു വിത്തൗട്ട് നോളേജ്, ഇയാളുടെ അറിവില്ലാതെ വൈന് കൊടുത്തു, വൈ ഒരാളെ കൊന്നു. അപ്പോൾ നമുക്ക് വേണേൽ IPC 85 പറയാം, നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് അറ്റ് ദ ടൈം ഓഫ് ദ ക്രൈം, നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് ദ ആക്ട്, ഇൻകേപ്പബിൾ ഓഫ് നോയിങ് ദ നേച്ചർ ഓഫ് ആക്ട്, എഗൻസ്റ്റ് ഹിസ് വില്ല, വിത്തൗട്ട് നോളേജ് ആണിത് ഇയാളിത് കുടിച്ചത് അല്ലെങ്കിൽ കഴിച്ചത്, കോൺസിക്വൻസസ് കോൺട്രിബ്യൂട്ടറി ടു ലോ. ഇതാണ് IPC 85 എഗൻസ്റ്റ് ഹിസ് വില്ലെന്ന് പറയുന്നത്. എഗൻസ്റ്റ് സെക്ഷൻ 86 എന്ന് പറഞ്ഞാൽ വോളണ്ടറി ഇൻടോക്സിക്കേഷൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ മനഃപൂർവ്വം കുടിച്ചു. ഇൻറ്റൻഷനും നോളേജും എന്ന് പറയും. ഇൻറ്റൻഷൻ മോട്ടീവ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റൻഷനുണ്ട്, ഒരു മോട്ടീവ്, പഠിക്കണം, ഒരു ഇൻറ്റൻഷൻ, ഒരു മോട്ടീവ് ഉണ്ടല്ലോ. നോളേജ് എന്ന് പറയുന്ന അവെയർനെസ്, കോൺസിക്വൻസസ് ഓഫ് എ ഫാക്റ്റ് ഉണ്ട്. ഇപ്പോൾ 2 കേസുണ്ട്. ഒന്ന് വെസ്റ്റ് ബംഗാളിൽ നടന്ന ശങ്കർ ജയ്സ്വാര വേഴ്സസ് വെസ്റ്റ് ബംഗാൾ 2007. ശങ്കർ ജയ്സ്വാരയെ ഒരാൾ ആൽക്കഹോൾ കുടിച്ചിട്ട് ഒരാൾ കുത്തിക്കൊന്നു. ആ കേസ് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുബാരി ഹുസൈൻ വേഴ്സസ് രാജസ്ഥാൻ 2006 ഇതുപോലെ സെക്ഷൻ 86 അകത്ത് ഉൾപ്പെടുന്നതാണ്. വോളണ്ടറി, ഇവിടെ മനഃപൂർവ്വം അയാൾ കുടിച്ചു. എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാൾ വോളണ്ടറിയിൽ അയാളുടെ ഇഷ്ടപ്പെടുന്നത് തന്നെ സെക്ഷൻ 86 കാര്യം കേട്ടോ പറയുന്നത്. കനോട്ട് ഒരാൾ ലോസ് ഓഫ്, ഇപ്പോൾ ആൽക്കഹോൾ കുടിച്ചു, അയാളുടെ സെൽഫ് കൺട്രോൾ നഷ്ടപ്പെട്ടു. കനോട്ട് ബി ഇൻവോൾവ് ടു പെർസ്യൂം ഇൻറ്റൻഷൻ ഉണ്ടാവില്ല. അയാളെ ഹോസ്പിറ്റലിലും മെഡിക്കൽ എക്സാമിനേഷൻ ഡിസോറിയൻറ്റേഷനായിട്ട് കൊണ്ടുവന്നു. മെഡിക്കൽ വ്യൂ പോയിന്റ് നമുക്കറിയാം, അയാൾ ആൽക്കഹോൾ കുടിച്ചിട്ടുണ്ട്, അത് ഡിസോറിയൻറ്റഡ് ആണ്. ലീഗൽ വ്യൂവിൽ പറഞ്ഞാൽ ഇൻറ്റൻഷൻ, ഹി നോ ദാറ്റ് ഹി വാസ് ഡൂയിങ്, ഇൻറ്റൻഷൻ കനോട്ട് ബി പെർസ്യൂമഡ്. ലീഗൽ വ്യൂവിൽ പറഞ്ഞാൽ അയാൾ കുറ്റക്കാരനാണെന്ന് മനസ്സിലാക്കും, ഈവൻ ഇൻറ്റൻഷൻ ഉണ്ടാവില്ലെങ്കിൽ പോലും. അതുപോലെ തന്നെ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റിൽ, റാഷ് ആൻഡ് ഡ്രൈവിംഗ് കില്ലിങ്ങിൽ, ഇപ്പം കേരളത്തിൽ തന്നെ IAS വെങ്കിട്ടരാമൻ്റെ കേസിലും മോട്ടോർ വെഹിക്കിൾസ് ആക്ട് ഇപ്പോൾ 30 mg/% ഇന്ത്യയിൽ ലീഗൽ ലിമിറ്റ് ആൽക്കഹോൾ കുടിക്കാൻ പറ്റുന്നത്, അക്കോർഡിംഗ് ടു സെക്ഷൻ 185. ഫസ്റ്റ് ഒഫൻസിൽ പിടിച്ചു കഴിഞ്ഞാൽ 6 മാസം തടവും 2000 രൂപയും. രണ്ടാമത്തേത് 3 വർഷം തടവും, 3 വർഷം തൊട്ട് 2 വർഷം തടവും 3000 രൂപയുമാണ്. അതുപോലെ തന്നെ ചില മരുന്നുകൾ എടുത്ത് സെക്ഷൻ 185B എൻ്റെ അകത്തും പറയുന്നുണ്ട്. സെക്ഷൻ 185B എൻ്റെ അകത്ത് നമ്മുടെ ചില ആൻറ്റി ഹിസ്റ്റമിൻസിന്, കനാബിസ്, ഹെറോയിൻ, LSD, ചില ഡ്രഗ്സുകളും. പക്ഷേ ഇതിൻ്റെ ബ്ലഡ് ലെവൽ എടുക്കണമെന്നൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ബ്ലഡ് നമ്മൾ ആൽക്കഹോൾ ബ്രെത്ത് ടെസ്റ്റൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് തന്നെ തീർച്ചയായിട്ടും പോലീസ് ഓഫീസർ വാറൻ്റ് ഇല്ലാതെ തന്നെ ഇതിൻ്റെ അകത്ത് ബ്രെത്ത് ടെസ്റ്റിൽ, അനാലിസിസിൽ ആൽക്കഹോൾ തെളിഞ്ഞാൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 202 ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ട്, വിത്തൗട്ട് വാറൻറ്റ്. മെഡിക്കൽ എക്സാമിനേഷൻ വിത്തിൻ 2 hours തന്നെ നടത്തണം. കൺസെൻറ്റ് വേണ്ട ആവശ്യമില്ല, സെക്ഷൻ 53 CRPC പറയുന്ന പോലെ. അതുപോലെ തന്നെ ബ്രെത്ത് ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും സെക്ഷൻ 203 അനുസരിച്ച് ബ്രെത്ത് ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ സെക്ഷൻ 204 സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ ലാബിൽ ടെസ്റ്റ്, ചില സമയം നമ്മൾ ബ്ലഡും എടുക്കും. ചിലരാണ് ഇത് സമ്മതിക്കാത്തവർ, ബ്ലഡും മെഡിക്കൽ എക്സാമിന് എടുക്കുന്നത്. സെക്ഷൻ 204 സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിലുള്ള അംഗീകാരമുള്ള ലാബ് ടെസ്റ്റിലാണ് ചെയ്യേണ്ടത്. താങ്ക് യു.